പൊതുവായിട്ട് എന്താ അറിയോ, ലോകത്തെ എവിടെയതെ ഗവൺമെന്റുകളോ മുനിസിപ്പാലിറ്റികളോ മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവെക്കാൻ പറ്റൂല. അന്നത്തെ ഒരു അവസ്ഥ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട്. അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളെ പദവി നോക്കിയിട്ട് എനിക്ക് അയാളൊക്കെ എന്ത് കിട്ടും എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത്. നിർത്താൻ ഇത് പറ്റൂല. കാരണം ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോണ്, എന്തിനു പറഞ്ഞ് ഇല്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ ഉണ്ട്. ഏപ്രിൽ 5-ാം തീയതി എനിക്ക് ആദ്യത്തെ കോൾ വരുന്നത് എമിറേറ്റ്സ് എയർലൈൻസ് എന്നാണ്. നിങ്ങൾ ബ്ലാങ്കറ്റ് LPO ഈസ് റെഡി ഫോർ 2 years. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് ഉണ്ട്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശി ഒരു സാധാരണ ഓഫീസ് ബോയിൽ നിന്നും തൻ്റെ കരിയർ ആരംഭിച്ച് 2006 മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് ബദലായിട്ട് ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ്, ഗ്രീൻ ബാഗ്സ് എന്നൊരു കൺസെപ്റ്റ് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി കൊണ്ടുവന്ന് ഇന്ന് ഈ ഒരു മേഖലയിൽ വളരെയധികം ഒരു റവല്യൂഷണറി സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ഓൺട്രപ്രണറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് 40ഓളം തൊഴിലാളികളുള്ള മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു വലിയൊരു ഓൺട്രപ്രണറാണ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫർഹാൻ. താങ്ക് യു. നമുക്ക് സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഒരു നോർമലി ഒരു സാധാരണക്കാരനായ ഒരു മലപ്പുറം ജില്ലയിൽ ഒരു പൊന്നാനി സ്വദേശി, അവിടുന്ന് ഒരു ഓഫീസ് ബോയ് ആയിട്ടാണ് നിങ്ങളൊരു കരിയർ തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങളൊരു തുടക്ക കാര്യങ്ങൾ? എൻ്റെ ഫാമിലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉപ്പ ഒരു സാധാരണ ഒരു ചുമട്ട് തൊഴിലാളി ആയിരുന്നു. കോഴിക്കോടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഴയ പിന്നെ ഈ പാണ്ഡ്യാല എന്നൊക്കെ പറയും, തേങ്ങയുടെ വളരെ കഷ്ടപ്പെട്ടിട്ട് വളർന്നൊരു ഫാമിലി ആയിരുന്നു. ഉപ്പാൻ്റെ ഇങ്ങനെ കഠിനാധ്വാനം കാരണവും പിന്നെ മൂത്ത ബ്രദറിനെ ദുബായിലേക്ക് ആദ്യം കൊണ്ടുവന്ന്, മൂത്ത ബ്രദറാണ് പിന്നെ നമ്മളുടെ ഫാമിലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. എൻ്റെ ഫാമിലിയിൽ മൊത്തം 6 പേരാണ്. 2 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 4 ബ്രദേഴ്സ്. ബ്രദറിൽ 3-മതൊരാളാണ് ഞാൻ. എൻ്റെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ 88-90 പൊന്നാനി MES കോളേജിലാണ് ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രി നല്ല അന്തസ്സായിട്ട് തോറ്റ്. പിന്നെ അതറിയാലോ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ നമുക്ക് ശരിക്കും അറിയില്ല, പറഞ്ഞു തരാൻ ആൾക്കാരില്ല. അങ്ങനെ 1-2 കൊല്ലമൊക്കെ അവിടെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് എൻ്റെ പ്രവാസ ജീവിതം ഞാൻ തുടങ്ങുന്നത് 91-ലാണ്. അപ്പോൾ ബ്രദർ സൗദിയിലേക്ക് ഒരു വിസ ആയിട്ട് വന്നു, വേറെ ആളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രൈവർ വിസ ആയിരുന്നു സൗദിയിലേക്ക്. അപ്പോൾ ഞാൻ UAE ഇങ്ങനെ ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ UAE ചാൻസിൽ ഇനി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാൻ ആ ചാൻസ് എടുത്ത് ഞാൻ സൗദി അറേബ്യയിൽ പോയി. ആദ്യം സൗദിയിലേക്ക് പോയി. 91-ൽ 6 മാസം ഞാനൊരു അറബി വീട്ടിൽ ഞാനൊരു ഡ്രൈവറായിട്ട് നിന്ന് വർക്ക് ചെയ്ത്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് പറ്റി എനിക്ക്. അവിടുന്ന് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ സൗദിയിൽ നിന്ന് ഇങ്ങനെ ഞാൻ പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയ സമയത്ത് വാഷ് ബേസിനൊക്കെ തടഞ്ഞു വീണിട്ട് എൻ്റെ കാലൊന്ന് വൈനൊക്കെ കട്ടായി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 6 മാസമൊക്കെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നീട് നാട്ടിൽ വന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിലേക്ക് തിരിച്ചു വരും. ദുബായിലേക്ക് ബ്രദർ വിസ അയച്ചെന്ന്. പക്ഷെ അന്ന് ആ 92-ന്റെ സമയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയമാണ് ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വന്നുകൊണ്ടിരിക്കണം. അന്ന് ഇവിടെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദുബായിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സൺലൈറ്റ് ബിൽഡിംഗ് എന്നാ പറയാം, ട്രേഡ് സെന്റർ. അതെ. അങ്ങനെ ഒരു 2-3 മാസത്തെ അലച്ചിൽ തന്നെയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ തന്നെ അറിയില്ല എന്നുള്ളൊരു സമയത്തിലൂടെയാണ് പോണത്. അതെ, നമ്മൾ പഠിച്ചിട്ടില്ലാത്തേ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്ക് കൂടുതൽ വലിയ ജോലിക്ക് പലതും ഞാൻ ജ്യേഷ്ഠൻ ശുപാർശ ചെയ്തിട്ട് പോയെങ്കിലും കൂട്ടിയിട്ട് ഇന്റർവ്യൂ ഒക്കെ ഫെയിൽഡായി തിരിച്ച് സമാധാനത്തോടെ വന്നിരുന്നു. അങ്ങനെ ബ്രദർ എന്നെ സൗദി കൗൺസിലിൽ എനിക്കൊരു ചാൻസ് ഉണ്ടാക്കി തന്നെ. റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ഓഫീസ് ബോയുടെ ഒരു തസ്തികയിൽ ഞാൻ അവിടെ തുടർന്നു. അങ്ങനെ ഒരു 5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്യണത്. പക്ഷെ നമുക്ക് കിട്ടിയൊരു എക്സ്പ്ലോഷർ തുടക്കത്തിൽ തന്നെ അറബികളുമായിട്ട് നമുക്ക് നല്ല സമ്പർക്കം ഉണ്ടാക്കാനും പിന്നെ കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ എനിക്ക് പറ്റി. കാരണം വിസ സർവീസിങ് സെൻറ്ററിലായിരുന്നു ഞാനിങ്ങനെ ഡോക്യുമെൻ്റൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യണേ, മെസ്സഞ്ചറുമായിരുന്നു.
അങ്ങനെ സ്വാഭാവികമായിട്ട് അപ്പോഴാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാവുന്നതും എന്തെങ്കിലുമൊക്കെ ആവണം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ള തോന്നലുകൾ, അവിടെ നിന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പുതിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. അതെ, ആദ്യമായിട്ട് പഠിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ അറബിയാണ്. അറബി ഫ്ലുവൻ്റ് ആയി ഫ്ലുവൻ്റ് ആയി. കാരണം അവിടെ ഉള്ളത് ഈ സുഡാനീസ്, ഈജിപ്ഷ്യൻസ് ഇവരൊക്കെ കൂടെ നിന്നിട്ട് നമ്മൾ അവർക്ക് ആ ഒരു സ്റ്റേഷൻ മാത്രമേ പിടിക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അത് അറബിക് ഭാഷയാണ് ആദ്യം ഞാൻ ഒരു സ്വായത്താക്കിയത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഷോർട്ട് ടേം കോഴ്സുകളും പിന്നെ വായിച്ചിട്ടും ഒക്കെ പാടെ 2-3 കൊല്ലം കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. എന്തായാലും ഒരു അപ്ഗ്രേഡിലേക്ക് പോകണമല്ലോ. തീർച്ചയായും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ രക്ഷപ്പെടാനുള്ള അന്നത്തെ ഒരു വഴി എന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് ഭയങ്കര ചാൻസുകളാണ്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ 20-25 പ്രാവശ്യം ടെസ്റ്റ് കൊടുത്താലേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു അവസരത്തിലൂടെയാണ് പോണത്. അപ്പൊ ഞാനും ഇതെന്താ വെച്ചാൽ ഇങ്ങനെ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വണ്ടി വാഷ് ചെയ്യും. അവിടുത്തെ സൗദിയിലത്തെ ആൾക്കാരുടെ ഈ കൗൺസിലർമാരുടെ വണ്ടിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വണ്ടി വാഷ് ചെയ്ത മാസം 100 ദിർഹംസ് കിട്ടും അന്നത്തെ. അപ്പൊ 6-7 വണ്ടിയൊക്കെ വാഷ് ചെയ്യും ചൂട് സമയത്തൊക്കെ. കാരണം ഇത് കാശ് വേണമല്ലോ. നമുക്ക് കിട്ടുന്ന ഈ ശമ്പളം ഇതിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം വീട്ടില് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട്. ജ്യേഷ്ഠൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഫാമിലിനെ എൻ്റർലി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒക്കെ ഞാൻ അങ്ങനെ ഒരു 4ാമത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയ അന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു. 4ാമത്തെ ടെസ്റ്റിൽ ലൈസൻസ് കിട്ടി. അങ്ങനെ ലൈസൻസ് കിട്ടിയപ്പോൾ പിന്നെ അവിടെ തന്നെ കുറച്ച് അപ്ഗ്രേഡ് എനിക്ക് കിട്ടിയപ്പോൾ അവിടുത്തെ സൗദിക്കാരുടെ പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ടുവിടുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ചെറിയ ഇൻകങ്ങളൊക്കെ കിട്ടും. 5 കൊല്ലം ഞാൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ പിന്നെ എനിക്ക് അവിടെ പിന്നെ നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. മാക്സിമം എനിക്ക് അവിടെ പോകാൻ പറ്റിയൊരു തസ്തികനുള്ള ഡ്രൈവറാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു PRO വരെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് കരുതി വെച്ചാൽ ജോലിയിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നു. നാട്ടിൽ പോയി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു. 6 മാസം നിന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ ഒരു വിസിറ്റ് വിസയിൽ തിരിച്ചു വന്നു. യു എയിലേക്ക് വീണ്ടും വിസിറ്റ് വിസയിൽ ബ്രദർ വിസ അയച്ചു തന്നു എനിക്ക്. പിന്നെ അങ്ങനെ വന്നു. ഞാൻ സൗദിയുടെ തന്നെ ഒരു മീഡിയ കമ്പനി ഉണ്ടായിരുന്നു, സൗദി റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ട് വേൾഡിലെ ഒരു 2nd ലാർജസ്റ്റ് പബ്ലിഷിംഗ് കമ്പനി. സൗദി റൂളർ ഫാമിലിയുടെ കമ്പനി. അവിടെ ദുബായിൽ അത് തുടങ്ങിയിട്ട് ഇങ്ങനെ മീഡിയ സിറ്റി ഒക്കെ വരുന്ന സമയത്ത് ആ സമയത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഇങ്ങനെ സൗദിയിലത്തെ ഒരു കണക്ഷൻ, ബ്രദറിൻ്റെ കണക്ഷൻ വെച്ചിട്ട് അതിൻ്റെ CEO-നെ അറിയാമായിരുന്നു. അങ്ങനെ പുള്ളി എനിക്ക് അവിടെ ഒരു സെയിൽസിൽ വേക്കൻസി തന്നു. പക്ഷെ ജോലി കിട്ടി എനിക്ക് അവിടെ. അത് ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത്. കാരണം അവർക്ക് തന്നെ അഡ്വർടൈസിങ് വിങ് ഒക്കെ ഉണ്ടായിരുന്നു, വലിയൊരു കോർപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു സെയിൽസ്മാനിൽ നിന്ന് തുടങ്ങി നമ്മൾ ആത്മാർത്ഥത അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കാരണം പിന്നെ ഓരോ വർഷം പ്രൊമോഷനായി. ഒരു സെയിൽസ് സൂപ്പർവൈസറിലേക്ക് പോയി, പിന്നെ ഏരിയ മാനേജറിലേക്ക് പോയി, പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇൻചാർജിലേക്ക് തന്നെ പോയി. ഞാനൊരു 6-7 കൊല്ലത്തോളം അവിടെ നല്ല പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ പിന്നെ അഡ്വർടൈസ്മെന്റും ഇതിനോട് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ മലയാളം ന്യൂസ് പത്രമൊക്കെ ഇവിടെ UAE ആദ്യമായിട്ട് തുടങ്ങിയത് ഞങ്ങളുടെ ഈ സൗദി റിസർച്ചാണ്. അപ്പോൾ ആ മീഡിയയുമായിട്ട് എനിക്ക് നല്ല കണക്റ്റഡ് ആവാൻ പറ്റി. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത കാരണം കുറേ എയർലൈൻസ് കമ്പനിയുമായിട്ടും സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഇവരൊക്കെ നമ്മൾ മാഗസിൻ, ന്യൂസ് പേപ്പറൊക്കെ ലിസ്റ്റിങ്ങും അങ്ങനെ നല്ല കണക്ഷനായി. നെറ്റ്വർക്കിംഗ് അന്ന് തന്നെ അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നെറ്റ്വർക്കിംഗ് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റി. പുതിയ തലമുറയോട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പറയാം. കാരണം നെറ്റ്വർക്കിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ എന്താ പറയുക, അത് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നെറ്റ്വർത്താണ്. നിങ്ങൾക്ക് പിന്നെ ലോകത്തിൽ ഒന്നും ആവാൻ പറ്റൂല മറ്റുള്ള ആൾക്കാരുടെ സഹായം ഇല്ലാതെ. അപ്പോൾ എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ബന്ധങ്ങൾ, ട്രസ്റ്റ്. കാരണം നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങോട്ട് വാങ്ങിക്കുക എന്നതല്ല, അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ ഒരാളുടെ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കിയിട്ട് എനിക്കതിൽ എന്ത് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്തായാലും അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടാവുക. അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളെ പദവി നോക്കിയിട്ട് എനിക്ക് അയാളൊക്കെ എന്ത് കിട്ടും എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അയാൾക്ക് വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും അത് നമുക്ക് എല്ലാത്തിലും അത് ഗുണകരമാവും. കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു പുറത്തുള്ള നമ്മൾ 2ാമത്തെ ഒരു കേരളം എന്ന് തന്നെ പറയാം. ഇവിടെ എങ്കിലും കൂടിയിട്ട് ഇത് ഒരു അറബി രാജ്യമാണ്. ഇവിടെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാം. ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പല കാര്യങ്ങളിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ. എനിക്ക് അറിവില്ലായ്മല്ല ഏറ്റവും കൂടുതൽ. നമുക്ക് അറിവുള്ള ആൾക്കാർ ഒരുപാട് ഇവിടെ ഉണ്ട്. അവരായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ആ ഒരു ജേണിയിലേക്ക് തന്നെ നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഒരു നെറ്റ്വർക്കിംഗ് അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും ക്ഷമ വേണം. പുതിയ തലമുറയ്ക്ക് ഇല്ലാത്തൊരു സംഭവമാണ് ക്ഷമയാണ്. ക്ഷമിക്കണം നമ്മൾ, എങ്കിലും നമുക്ക് എന്തായാലും ആ നെറ്റ്വർക്കിംഗ് നെറ്റ്വർത്ത് അത് വിശ്വസിച്ചോളൂ, അതിലെപ്പോഴും കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജേണിയിൽ അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാനിത് ഒരു പിന്നെ 2005 ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് ഫാമിലി എന്നുള്ള ഒരാളൊന്നല്ല, ഞാൻ ആവാനും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജോലിയിൽ മികവ് പുലർത്തുക, അതിൽ കൂടുതൽ പിന്നെ ലേണിംഗിന്റെ ഒരു മെന്റാലിറ്റി ഉണ്ട്. കൂടുതൽ പഠിക്കാൻ എനിക്ക് ഒരുപാട് പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം പഠിച്ചുകൊണ്ടേ ഇരിക്കണം, ഒന്നുമില്ലായ്മയെന്ന് വന്നതല്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ മീറ്റ് ചെയ്യുന്ന ആളുകൾ ടോപ്പ് കമ്പനിയുടെ CEO ലെവലിലുള്ള ആൾക്കാരൊക്കെയാണ്. ഞാൻ എഡ്നോക്ക്, അതേമാതിരി ഇമാറാത്ത്, നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മീറ്റ് ചെയ്യുന്ന അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അത് നിർബന്ധമാണ്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിവുള്ള ആളുകളെടുത്ത് പോയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ നമ്മളെ കരിയറിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത്, ഞാനൊരു ബിസിനസ്സുകാരൻ ആവാൻ ഒരിക്കലും ബിസിനസ്സിലേക്ക് വന്നത് ഒരു എംപ്ലോയി എങ്ങനെയാണ് ഓൺട്രപ്രണർ ആയത്? അതെ, അതിലേക്കൊരു എൻ്റെ റിലേറ്റീവ് ആണ് ഒരാളിങ്ങനെ ഒരു ബിസിനസ് പ്രപ്പോസലായിട്ട് വന്നു. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത്. ഓക്കെ, ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു ഫീൽഡ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് അഡ്വർടൈസിങ്, സെയിം ഫീൽഡ് അഡ്വർടൈസിങ്, പിന്നെ പ്രിന്റിംഗ് കൊളാറ്റീരിയൽസ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് ഓഫ്സെറ്റ് പ്രിന്ററോ പ്രിന്റിങ്ങോ ഒന്നുമില്ല. നമ്മുടെ അടുത്തുള്ളത് ആകെപ്പാടെ ഞങ്ങളൊരു 4 പേര് കൂടിയിട്ട് 5 പേര് കൂടിയിട്ട്, ഞാൻ പുറത്താണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറച്ച് 2 ഗ്രാഫിക് ഡിസൈനേഴ്സ്, പിന്നെ 2 സെയിൽസിലെ ആളുകൾ, പിന്നെ മൊത്തം ഓപ്പറേഷൻസൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു 5 പേരും കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പ്ലോഷറും എൻ്റെ ഒരു കോൺടാക്റ്റും വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഹിറ്റ് ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരും. പക്ഷേ പിന്നെ ചിലത് വർക്കാവും, ചിലത് വർക്കാവും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രിൻറ്റിങ് കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അവരുടെ ഒരു മാർജിൻ കീപ്പ് ചെയ്ത് നമ്മളെ മാർജിൻ കീപ്പ് ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ കസ്റ്റമർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രൈസ് ഓവർ പ്രൈസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി തുടങ്ങിയത് ഇപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിങ്, ലോഗോ ക്രിയേഷന്, വെബ്സൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ഏത് വർഷം? 2005. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2008 എനിക്കറിയില്ല ഫറാൻ ഇവിടെ എത്തിയിട്ടുണ്ടോ, ഒരു റിസഷൻ വന്നു. ആ റിസഷനിൽ മൊത്തത്തിൽ ദുബായിനെ അത്യാവശ്യം നന്നായിട്ട് ബാധിച്ചു. 2008 റിസഷൻ ഒട്ടുമിക്ക എല്ലാ കമ്പനിയും നന്നായിട്ട് ബാധിച്ചു. നമ്മളെ കമ്പനി വളരെ ചെറിയ കമ്പനി, നമ്മളെ കമ്പനിയും വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ 2008 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2007 ഒരു കൊല്ലം മുമ്പേ എനിക്ക് ഈ ഗ്രീൻ ബാഗ്സ് UAE എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഗ്രീൻ ബാഗ്സ്, ഈ ഒരു സാധനം എൻ്റെ മൈൻഡിൽ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു വെബ്സൈറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2008 എല്ലാവരും ഇവിടുന്ന്, പല ആൾക്കാരും ഇവിടുന്ന് പോയി, പല ആൾക്കാരും മുങ്ങി, പല ആൾക്കാരെ പറ്റി യാതൊരു അഡ്രസ്സും ഇല്ല. എനിക്കാണെന്നുണ്ടെങ്കിലോ ഞാൻ ഈ ജോലിയിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങിയിരിക്കണം. കാരണം ഇത് ഒന്നിച്ചൊന്ന് മുന്നോട്ട് രണ്ടും കൂടിയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റൂല എന്നുള്ള നിലക്ക് നിർത്താൻ എനിക്ക് പറ്റൂല. കാരണം ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോണ്, എന്തിനു പറഞ്ഞ് ഇല്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ മുഴുവനുണ്ട്. നമുക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫിനാൻഷ്യലി ആരുമില്ല. കാരണം ഞാനൊരു ബിസിനസ് ഫാമിലി എന്നുള്ള ഒരാളല്ല. സപ്പോർട്ട് ചെയ്യാനല്ല നമ്മളെ കുടുംബക്കാരോ ബന്ധുമിത്രാദികൾ ചെയ്യണമോ, അവരൊന്നും അങ്ങനത്തെ ഒരു പൊസിഷനിലും ഇല്ല. അന്നത്തെ ഒരു അവസ്ഥ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ദിർഹംസിന് റൊട്ടി വാങ്ങിച്ചിട്ട് തൈരും വാങ്ങിച്ചിട്ട് കഴിച്ച സമയം എനിക്കന്ന് ഉണ്ടായിട്ടുണ്ട്. ഫോണ് പലപ്പോഴും എനിക്ക് ഓഫാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ബാങ്കുകാർ വിളിക്കുകയാണ്, എൻ്റെ കാറ് ലോണിലാണ്, അവർ കാറ് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ നിന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭയങ്കര സ്ട്രഗിൾ ടൈം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് എൻ്റെ ആത്മാർത്ഥം നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്ന് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല, നീ ഇവിടുന്ന് പോയിക്കോന്ന്. അപ്പം ഞാൻ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ജോലി പോയി, എനിക്ക് ഇതുമ്മേ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ.